ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു നാടൻ ഡിഷ് ഉണ്ടാക്കാം. നാടൻ എന്ന് പറഞ്ഞാൽ പക്ക നാടനാണ്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയണ്ടാവും, നിങ്ങൾ ചെയ്യുന്നതും ആയിരിക്കും. നമ്മളെ വാട്ടപ്പൂള പുഴുങ്ങിയത്. അത് എന്താ പറയാ, ചിലപ്പം പലർക്കും ഇത് ചെയ്യുന്നതായിരിക്കും. വീട്ടിലെ നാട്ടിലൊക്കെ ഉള്ള ഒരു ഇഷ്ടംപോലെ ആൾക്കാർ ഇത് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഈ ഒരു രൂപത്തിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കിട്ടോ. ഇത് പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടമല്ല, കാരണം അത് പുഴുങ്ങിയ ഒരു വെയില് ചോയ്ക്കും, അല്ലെങ്കിൽ അതിന് പ്രത്യേക ഒരു ചോയാണ്. പക്ഷെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ ഒരിക്കലും നിങ്ങൾ അത് പറയില്ല. നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. അപ്പോ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. 500 ഗ്രാം വാട്ടപ്പൂള എടുത്ത്, അതിതാ ഞാൻ കുതിർത്തി വെച്ചതും എടുത്തുകൊണ്ട് സാദാ എടുത്തതും ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഉമ്മ നാട്ടിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കി കൊടുത്തുട്ടാട്ടോ. എന്ന് വെച്ചാല് നമ്മള് കപ്പ, അതായത് പൂള ഉണ്ടാകുന്ന സമയത്ത് വെട്ടിയിട്ടിട്ട് നന്നായിട്ട് പുഴുങ്ങി, അതായത് തിളച്ച വെള്ളത്തിൽ നിന്ന് ഊറ്റി നന്നായിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുത്തതാണ്. എന്നിട്ട് നമ്മള് മഴക്കാലത്ത് പൂള കിട്ടാത്ത സമയത്തൊക്കെ ഉപയോഗിക്കും. അതേപോലെ എനിക്ക് ഇങ്ങോട്ടേക്ക് ഇതുപോലെ കൊടുത്തുവിടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ കൊടുത്തുവിട്ടാണ്. അതിന്റെ ഒരു 500 ഗ്രാമാണ് ഞാൻ എടുത്ത്. ഇത് കണ്ടോ, ഞാനൊരു 8 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ട് നന്നായി കഴുകി എടുത്തതാണ്. കുതിർത്തിയിട്ട് കണ്ടോ, ഇതിപ്പോ നന്നായി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ അളവാണ് ഇതും, കണ്ടോ നിങ്ങൾ, ഈ ഒരു അളവിലേക്ക് കുതിർത്തി എടുത്തപ്പോ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ആദ്യം നമുക്കിത് കുക്കറിൽ വേവിക്കാം, അപ്പൊ നന്നായിട്ട് അങ്ങ് പെട്ടെന്ന് വെന്തിട്ടും. ഇനി ഇതാ നമ്മള് എന്താ പറയാ, കുതിർത്തി കഴുകി വെച്ചത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇതാ ഞാൻ കുക്കറിലേക്ക് ഇട്ടു. അത് മുങ്ങി അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഒരു 5 ലിറ്ററിന്റെ കുക്കറാണ്. നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മളിത് വെള്ളം ഒഴിവാക്കും, ഊറ്റിക്കളയും വെന്ത് കഴിഞ്ഞാല്. അപ്പൊ നമ്മൾ വെയിലത്ത് ഉണക്കിയല്ലേ, അപ്പൊ ആ വെയിലിന്റെ ചൊയൊക്കെ പോവും. ഇത് ഊറ്റിക്കളയണം എന്തായാലും. അപ്പൊ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും, അത്യാവശ്യം നല്ലോണം ഉപ്പും വേണേ, പിന്നെ വേണേ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് ഇനി നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 4 വിസില്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 4 വിസിലടിക്കാം. 4 വിസിലടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൽ വിസിൽ ഒഴിവാക്കിയിട്ട് തുറക്കാം കേട്ടോ. പ്രഷർ പോക്കിയിട്ട് തുറക്കാം. ഇതാ 4 വിസിൽ വന്നു. ഞാൻ ജസ്റ്റ് തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിന്റെ പ്രഷർ ഒഴിവാക്കിയിട്ട് നമുക്ക് തുറന്നെടുക്കാം കേട്ടോ. ഇനി ഇതാ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 500 ഗ്രാം ആണല്ലോ കപ്പെടുത്ത്. അപ്പൊ അതിനൊരു വലിയ അരമുറി തേങ്ങ, വലിയ തേങ്ങന്റെ പകുതി ഉണ്ടാവും. പിന്നെ അതിലേക്ക് നല്ല എരിവുള്ള 5 പച്ചമുളകാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഇത്തിരി കരിവേപ്പിന്റെ ഇല ഉണ്ട്, ഒരു 2 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ഒരു ചെറിയ 4-5 ചുള ചെറിയുള്ളിയും, പിന്നെ ഒരു ചെറിയ സ്പൂണ്, 1/2 ടീസ്പൂണോളം ഉണ്ടാവും ഒരു നമ്മളെ വലിയ ജീരകം, പെരിഞ്ജീരകം. ഇതെല്ലാം കൂടെ ഒന്ന് വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചെടുക്കട്ടെ കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ചെറിയ മിക്സിന്റെ ചെറിയ ജാറിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്താൽ മതി. പൊടിക്കുന്ന ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കരുതേ. അതാ ഒരു 2 മിനിറ്റ് കഴിയും തന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഈ ഇതാക്കണ്ടോ പ്രഷർ ഞാൻ തന്നെ പോക്കിയിട്ട് പെട്ടെന്ന് തന്നെ തുറന്നു. അല്ലാണ്ട് എന്താണെന്നറിയത്, നമ്മൾ കാത്തുനിന്നാല് ഈ വെള്ളത്തിൽ പൂളങ്ങനെ പൊടിച്ചു പോകും. അപ്പൊ ഇതിനൊരു വെള്ളം പുളിക്കും. അതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് കഴിയേ പെട്ടെന്ന് നമ്മൾ തന്നെ പ്രഷർ റിലീസ് ചെയ്തിട്ട് പ്രഷർ കുക്കർ തുറക്കട്ടോ. ഇനി ഇത് ഞാനൊരു സ്ട്രെയിൻ ചെയ്തെടുക്കട്ടെ, ഊറ്റിയെടുക്കട്ടെ, വെള്ളം ഒഴിവാക്കട്ടെ കേട്ടോ. ഇതാ കണ്ടോ, ഞാൻ ഊറ്റിയിട്ട് ഞാൻ കുക്കറിലേക്ക് തന്നെ അങ്ങ് ചൂടോടെ തന്നെ ഇട്ടിട്ടോ. ഒരു ചെറിയ ഓട്ടപാത്രത്തിലേക്കായിട്ട് ഊറ്റി കഴിഞ്ഞിട്ട് അത് കുക്കറിലേക്ക് തന്നെ തിരിച്ചിട്ടാൽ മതിയേ. ഇതിപ്പോ നിങ്ങൾക്ക് ആദ്യം ഒരു കുറച്ച് തിളച്ച വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റിയതിനു ശേഷം കുക്കറിൽ ലെവലിൽ വെള്ളം വെക്കുകയാണെങ്കിൽ ഊറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ ആദ്യം എന്തായാലും നമ്മളൊന്ന് തിളപ്പിച്ചൂറ്റണം, അല്ലെങ്കിൽ ആ ഒരു വെയിലിന്റെ ചൊയ ഉണ്ടാവും കേട്ടോ ഇതിന്. അപ്പൊ അത് പോവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തിളപ്പിച്ചൂറ്റുന്നത്. ഓക്കെ, ഇനി ഇതാ നന്നായിട്ട് ഞാനിതൊന്ന് ഉടക്കട്ടെ. എന്തെങ്കിലും വെച്ചിട്ട് പെട്ടെന്ന്, നാട്ടിലൊക്കെ ആണെ മറ്റേ ആ ഉടക്കുന്നൊരു സംഭവല്ലേ, ഉടയോലോ അങ്ങനെ എന്തോന്ന് പറയൂലേ, അത് വെച്ചിട്ടാണ് ഈസിയാണ്. അപ്പൊ വെട ആയതുകൊണ്ട് എൻ്റെ അടുത്ത് അതില്ല. അല്ലെ സ്മാഷർ കയ്യിലുണ്ട്, അതാണെങ്കിലും സുഖാട്ടോ. ഒന്ന് അത്യാവശ്യം നന്നായി ചൂടോടെ തന്നെ ചെയ്യണം, അപ്പൊ പെട്ടെന്ന് ഉടഞ്ഞിട്ട് നമ്മളെ
തേങ്ങ ആ മിക്സില്ല അരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഓക്കെ, അത് ഞാനിതൊന്ന് അരിപ്പ് ചേർക്കാതെ ഉടച്ചെടുക്കട്ടെ നന്നായിട്ട്. ഇതാ നന്നായിട്ട് കണ്ടോ ഈ ഒരു തവയോണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ അരിപ്പിന് ഇതാ നേരത്തെ തേങ്ങയും പച്ചമുളകും ഉള്ളിയും പെരിഞ്ചീരകം എല്ലാം കൂടിയുള്ള ഒരു കൂട്ടി ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ, ഇളക്കിയിട്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇളക്കുന്ന സമയത്ത് ഉപ്പ് നോക്കുക, വേണമെങ്കിൽ കുറച്ചുകൂടി യോജിക്കുന്നതിന് മുമ്പിട്ട് നന്നായി യോജിപ്പിക്കുന്ന കൂട്ടത്തിൽ അങ്ങ് യോജിച്ചു കിട്ടും. ഇനിയിപ്പോൾ നിങ്ങളില്ലേ നമ്മൾ കുക്കർ തുറന്ന സമയത്ത് വെള്ളം ഇല്ലാതായി പോയിണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, കുറച്ച് അന്നപ്പം തന്നെ കുറച്ച് നല്ലോണം പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അതേ വെച്ചോണ്ടിരിക്കരുത്, സ്പോട്ട് തന്നെ ഊറ്റിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കുക്കറിൽ വെള്ളം വറ്റിപ്പോയാൽ വേഗം കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്നിട്ട് ഊറ്റിയെടുത്താൽ മതിയേ. അപ്പോൾ അതിന് നന്നായിട്ട് ഞാനിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കട്ടെ. നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആവുന്ന പോലെ ഞാൻ ഈ ഒരു കയ്യിൽ ഈ ഒരു ചട്ടകം വെച്ചിട്ടാണ് യോജിപ്പിച്ചത്. മറ്റേ ആ ഉടയോലുണ്ടെങ്കിൽ നല്ല ഈസിയാ, പെട്ടെന്നാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് യോജിച്ച് കിട്ടണം, അല്ലാണ്ട് നമ്മളെ തേങ്ങന്റെ കൂട്ട് വേറെയും ഈ കപ്പ വേറെയും ആ രൂപത്തിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ ചക്കയൊക്കെ ഉടച്ചു കൂട്ടാന്ന് പറയില്ല, അതുപോലെ ഉടഞ്ഞു കൂടി വരണം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം, കാരണം നമ്മൾ പച്ച തേങ്ങ ഇട്ടല്ലേ. അപ്പൊ ഒന്ന് ചൂടായിട്ട് ആ തേങ്ങന്റെ പച്ചച്ചയൊക്കെ ഒന്ന് മാറട്ടെ. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ, നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ട് ചെറിയ തീയിലൊന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടിഭാഗം പിടിച്ചു പോകാതിരിക്കാൻ. ഒരു 5-6 മിനിറ്റ് കൊണ്ട് പെട്ടെന്നാവും. ഈ ആ ഒരു പച്ചച്ചോയ തേങ്ങന്റെ പച്ചച്ചോയ മാറാൻ മാത്രമാണ്, അത്രേ ഉള്ളൂ. കഴിഞ്ഞു. അപ്പൊ ഞാനിതൊന്ന് ചൂടാകാൻ വെക്കട്ടെ. ഇതാ നന്നായി ഞാനൊന്ന് ചൂടാക്കി നല്ലോണം ഇളക്കി കൂട്ടി തീ ഓഫ് ചെയ്തു കേട്ടോ. ഇപ്പൊ റെഡിയായി. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും നല്ലൊരു ഫേവറേറ്റ് തന്നെ പറയാം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷിലൊന്നാണ്. എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവരുന്ന സംഭവമാണ്. എല്ലാവർക്കും ഇഷ്ടാവും ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ. അല്ലാതെ ഈ പൂള പുഴുങ്ങും പോലെ ഇത് ചെയ്തിട്ടാണെങ്കിൽ സത്യം എനിക്കും ഇഷ്ടാവില്ല, ആർക്കും ഇഷ്ടാവില്ല. അതിനൊരു പ്രത്യേക ചോയ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, ആ ഒരു വാടിയ ചോയ ഉണ്ടാവും. അപ്പൊ നമ്മുടെ വാട്ടപ്പൂള അവിടെ റെഡിയാണ്. നല്ല കിടുക്കാച്ചി ടേസ്റ്റ് ആട്ടോ ഇതിന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം. ഇത് സാധാ പൂള പുഴുങ്ങും പോലെ പുഴുങ്ങിയ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഞാൻ പറയാണ്. പലരും എന്നോട് പറയാറുണ്ട് ഇത് ഞങ്ങൾ കളഞ്ഞ് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഇല്ല, ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ. പക്ഷെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെയും നിങ്ങൾ ഉണ്ടാക്കുക, ഉറപ്പാണ്. ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ കൂടല്ലേ ഞാൻ ഉണ്ടാക്കിയത് നമ്മളെ അസൽ അടിപൊളി തലക്കറിയാണ്. ഞാൻ ഉണ്ടാക്കിയിരുന്നല്ലോ മുമ്പേ, അതേ രീതിയിലാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു ഇതിന്റെ കൂടെ. എനിക്ക് വായയിൽ വെള്ളം വരുന്ന സത്യം പറയുകയാണെങ്കിൽ. അപ്പൊ ഞങ്ങൾ ഇതൊന്ന് പെട്ടെന്ന് തീർത്തിട്ട് വരാം കേട്ടോ. അപ്പൊ കണ്ടല്ലോ, എല്ലാരും ഉണ്ടാക്കി വെക്കുക. ഞാനിത് ഒരുപാട് ആൾക്ക് ഇവിടുന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അവരൊക്കെ മുമ്പ് കഴിച്ച, പക്ഷെ അവര് പറയുന്ന അതുപോലല്ല ഇത് എന്ന് അവരെന്നെ പറഞ്ഞിട്ട് പ്രൂവ് ചെയ്ത സംഭവം ആണ്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയെങ്കിലും ഈ ഒരു രൂപത്തിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.